സോ നമ്മൾ പഠിക്കാനുള്ളത് യൂണിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിക്സഡ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ്. നമ്മൾ മുന്നേ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ മെഷർ ചെയ്യാൻ ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്. ലെങ്ത്തിന് മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, മീറ്റർ മാത്രമാണ്, അല്ല സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, ഒരുപാട് യൂണിറ്റുകളുണ്ട്. സോ നമുക്കിവിടെ പഠിക്കാനുള്ളത് 4 സിസ്റ്റങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാറ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേതാണ് നമ്മൾ പഠിക്കുന്നത് CGS സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ CGS സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്രാൻസിലൊക്കെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ലെങ്ത് മെഷർ ചെയ്തിരുന്നത് സെന്റിമീറ്ററിലായിരുന്നു, മാസ് മെഷർ ചെയ്തിരുന്നത് ഗ്രാമിലായിരുന്നു, അതുപോലെ തന്നെ ടൈം മെഷർ ചെയ്തിരുന്നത് സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോൾ CGS ഉള്ളത് അങ്ങനെയൊക്കെയാണ്. അടുത്ത സിസ്റ്റമാണ് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്തിരുന്നത് ഫൂട്ടിലാണ്, 3 അടി ദൂരം 4 അടി ദൂരം എന്നൊക്കെ പറഞ്ഞാൽ ഫൂട്ടിലാണ്. മാസ് മെഷർ ചെയ്തിരുന്നതോ പൗണ്ടിലാണ്. ടൈം മെഷർ ചെയ്തിരുന്നത് സെക്കൻഡിലാണ്. ഓക്കെ, അടുത്തതായിട്ട് പഠിക്കാനുള്ള സിസ്റ്റമാണ് MK സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഈ FPS സിസ്റ്റം ബ്രിട്ടീഷിൽ എങ്ങനെ നിലനിന്നതാണ്. ഇപ്പൊ MK സിസ്റ്റം ഇവിടെ വ്യക്തമായിട്ട് അറിയില്ല. MK സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്തിരുന്നത് മീറ്ററിലാണ്, അതുപോലെ തന്നെ മാസ് മെഷർ ചെയ്തിരുന്നത് കിലോഗ്രാമിലാണ്, ടൈം മെഷർ ചെയ്തിരുന്നത് സെക്കൻഡിലാണ്. ഇതൊക്കെ വേറെ വേറെ രാജ്യങ്ങളിൽ നിലനിന്നിരുന്നൊരു ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റങ്ങളായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ലെങ്ത് സെന്റിമീറ്ററിൽ മെഷർ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഫൂട്ടിൽ മെഷർ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് മീറ്ററിൽ മെഷർ ചെയ്യുന്നു. സോ അവിടെ ആൾക്കാർക്കിടയിൽ ഒരു ഇതിങ്ങനെ, കാരണം FPS സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ലെങ്ത് ഫൂട്ടിൽ മെഷർ ചെയ്യാനേ അറിയുള്ളൂ. അയാൾ പറയും ഇത് 4 ഫൂട്ട് ഉണ്ട് അല്ലെങ്കിൽ 5 ഫൂട്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് CGS സിസ്റ്റം ഉള്ള CGS സിസ്റ്റം ഉപയോഗിക്കുന്ന ആളോട് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ 4 ഫൂട്ട് 5 ഫൂട്ടിന് എന്ത് ചെയ്യേണ്ടി വരും, CGS സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം അയാൾക്ക് CGS സിസ്റ്റത്തിലെ കാര്യങ്ങൾ അറിയുള്ളൂ. അതുപോലെ തന്നെ MK സിസ്റ്റത്തിലുള്ള ആൾ എത്ര മീറ്റർ വെച്ച് പോകാനും 4 മീറ്റർ 5 മീറ്റർ എന്ന് പറയണം. അപ്പൊ FPS സിസ്റ്റത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, അവരെ കണക്കും കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ മീറ്ററിന് എന്ത് ചെയ്യേണ്ടി വരും, FPS സിസ്റ്റത്തിലുള്ള ഫൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ അതൊരു പ്രശ്നമാണ്. ആളുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കും. കാരണം ഓരോരുത്തരും ഓരോന്നായിട്ട് വരികയാണ്. ഒരാൾ സെന്റിമീറ്ററായിട്ട് വരുന്നു, ഒരാൾ ഫൂട്ടായിട്ട് വരുന്നു, മീറ്ററായിട്ട് വരുന്നു ഒരാൾ. സോ അത് അവർക്കിടയിൽ എന്തുണ്ടാക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കും. പിന്നെ എന്താണ്, വ്യത്യസ്തങ്ങളായുള്ള രാജ്യത്തുള്ള ആളുകൾ തമ്മിലുള്ള സയന്റിസ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻസ്, അങ്ങനെ ഇൻഡസ്ട്രിയൽ യൂസേജ്, അതിനൊക്കെ വളരെയധികം പ്രശ്നം ഉണ്ടാകും. സോ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരാം. ആ സിസ്റ്റമാണ് SI സിസ്റ്റം എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത്. മറ്റേ CGS സിസ്റ്റം FPS സിസ്റ്റം MK സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അതില്ല എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ SI സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു എല്ലാത്തിനെയും ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച് വെച്ചേക്കുകയാണ്. ഓക്കെ, ഓരോ ഇന്ന കാര്യത്തിന് നമ്മൾ ഇന്ന യൂണിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് മനസ്സിലാവേണ്ടതാണ്. കാരണം SI സിസ്റ്റമാണ് ഇന്ന് എല്ലാവർക്കും അറിയുന്നത്. മറ്റേക്ക് ഓരോ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തുള്ളതാണ്. പക്ഷെ SI സിസ്റ്റം എന്ത് ചെയ്യുക, എല്ലാവർക്കും അറിയാമെന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മലയാളമാണ് സംസാരിക്കുന്നത്, ചിലവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, ചിലവര് തമിഴാണ്, ഓരോരോ ഭാഷ. പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ട് എന്താ പറയാ, ഇംഗ്ലീഷ് അറിയാം. അതേപോലെ തന്നെയാണ് ഈ CGS സിസ്റ്റങ്ങൾ, FPS സിസ്റ്റം, MK സിസ്റ്റം ഒക്കെ. ഇതൊക്കെ ഓരോരോ സ്ഥലത്തുള്ള സിസ്റ്റങ്ങളാണെന്ന് മാത്രം. പക്ഷെ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് ഒരു സിസ്റ്റത്തിന്റെ യൂസേജ് എല്ലാവരും പഠിക്കുക എന്നുള്ള രീതിയിലാണ് അവർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, SI സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ എല്ലായിടത്തും ഇംഗ്ലീഷ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത് പോലെ നമ്മൾ എല്ലാവരും ഒരൊറ്റ സ്ഥലത്തിലേക്ക് കൊണ്ടുവരും. അതാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ SI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്നതാണ്. ഫുള്ള് SI സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും വെച്ചിട്ടാണ് SI സിസ്റ്റം ബേസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയെന്ന് നിങ്ങൾ പഠിക്കണം. നമുക്കറിയാം, നേരത്തെ പഠിച്ച ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ല, ആ എണ്ണത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത് മീറ്ററിലാണ്, M ആണ് സിമ്പല്, മാസ് കിലോഗ്രാം kg ആണ് സിമ്പല്, ടൈം സെക്കൻഡ് S ആണ് സിമ്പല്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കെൽവിൻ K ആണ് സിമ്പൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടെമ്പറേച്ചറിന്റെ ഈ സിമ്പൽ എഴുതുമ്പോൾ നിങ്ങൾ K ക്യാപിറ്റൽ ലെറ്റർ എഴുതണം.
കാരണം അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് കറന്റ് ആംബിയർ ആണ്. ആംബിയർ എ നിങ്ങൾ സിമ്പിൾ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, കാരണം അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി അതിൻ്റെത് CD, കാൻഡില എന്നുള്ളതാണ് അതിൻ്റെത്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിന്റെ യൂണിറ്റ്സ് മോൾ എന്നുള്ളതാണ് സിമ്പിളാക്കി വരുന്നത്. ഇതൊക്കെ ഇതിന്റെ ഫുൾ നെയിം ആട്ടോ. എ എന്ന് പറഞ്ഞ ആംബിയർ ആണ്, മോൾ എന്നുള്ളത് ഫുള്ള് മോളി എന്നുള്ളതാണ് ഒരു ഉണ്ടായിരിക്കും കേട്ടോ. അടുത്താണ് നമ്മൾ പറഞ്ഞത്